നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ചിറക്കൽ പാലം നിർമ്മാണം വൈകുന്നത് നാട്ടുകാർക്ക് ആശങ്കയാകുന്നു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ ബൈബിൾ കൺവെൻഷൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. വധശ്രമക്കേസിൽ 2 യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകളിലേക്ക് വിശദമായി. ജില്ലയിലെ പ്രധാന ഗതാഗത മാർഗമായ ചേർപ്പ് തൃപ്പയാർ സംസ്ഥാന പാതയിലെ ചിറക്കൽ പാലം നിർമ്മാണം വൈകുന്നത് ജനങ്ങൾക്ക് ആശങ്കയാകുകയാണ്. മഴക്കാലത്തിന് മുൻപ് പാലം തുറന്നുകൊടുക്കാനായില്ലെങ്കിൽ വലിയ ദുരന്തമാണ് ഉണ്ടാവുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്താനായി സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തടഞ്ഞിട്ടും കാര്യമായ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ലെന്നാണ് ആരോപണം. താൽക്കാലിക റോഡ് അടച്ചതുമൂലം കിലോമീറ്ററുകൾ വളഞ്ഞുള്ള ദുരിതയാത്രയാണ് നാട്ടുകാർക്ക്. ഇരുചക്ര വാഹനക്കാർക്ക് ജീവൻ പണയം വെച്ച് വേണം ചിറക്കലിൽ നിന്ന് ഇടുങ്ങിയ ബണ്ട് വഴി കോട്ടം റോഡിലെത്താൻ. നിരന്തരം വാഹനം പോയി ഈ റോഡ് തകർന്നു. നിയന്ത്രണമില്ലാതെ വലിയ വാഹനങ്ങൾ കയറി വന്ന ഗതാഗത കുരുക്കുമുണ്ട്. മഴ പെയ്താൽ റോഡിന്റെ തകർച്ച പൂർണ്ണമാകും. കാൽനടയ്ക്ക് മാത്രമുള്ള കൈവരികളില്ലാത്ത ദുർബലമായ പാലത്തിലൂടെ നിരന്തരം വണ്ടികൾ പോകുന്നതും അപകടമാണ്. മതിയായ മുൻകരുതലില്ലാതെ ഈ വഴി തുറന്നുകൊടുത്തതിനെതിരെ പ്രദേശത്തുകാരിൽ എതിർപ്പുണ്ട്. ചിറക്കൽ പാലം നിർമ്മാണം വേഗത്തിലാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും എടുത്തിട്ടുണ്ടെന്ന് CC മുകുന്ദൻ MLA പറഞ്ഞു. 20 ദിവസത്തിനുള്ളിൽ പ്രധാന നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കാലവർഷക്കെടുതി വരുന്നതിന് മുമ്പ് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പൊതുവെ ഉയർന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ഇപ്പോൾ നമ്മുടെ 2 സൈഡ് കിഴക്കേ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും പാലത്തിൻ്റെ കിഴക്കേ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് വാഹനം തടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രവർത്തനം നടത്തുന്നത്. എന്തായാലും നമ്മുടെ കോൺട്രാക്ടറുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഏകദേശം 20 ദിവസത്തിൻ്റെ ഉള്ളിൽ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതിനേക്കാൾ മുമ്പ് പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായ ഇടപെടലിലൂടെ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ എൻ്റെ അകത്ത് ഒരു അപകടസ്ഥിതി ഉള്ളത് ചില രാഷ്ട്രീയ പാർട്ടികൾ വന്ന് ഈ പാലത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സപ്പെടുത്തുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്തൊക്കെ ഉണ്ടായാലും ജനങ്ങളുടെ ആ താല്പര്യം സംരക്ഷിക്കുന്ന ആവശ്യമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ നേരിട്ട് സംസാരിക്കാം, കോൺട്രാക്ടറായിട്ട് സംസാരിക്കാം, രാഷ്ട്രീയ പ്രതിനിധികളുടെ അവരൊക്കെ സംസാരിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാവരും ഒത്തിരുന്ന് ആവശ്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ആ പ്രദേശത്തെ ജനങ്ങളൊക്കെ നമ്മുടെ ഒപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പുള്ളിൽ പാലം നിർമ്മാണം നടക്കുന്നതിനാൽ ഈ വഴി വലിയ വാഹനങ്ങൾക്ക് പോകാനാകില്ല. പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ നിന്ന് വടക്കോട്ട് റോഡ് പൈപ്പിടാനായി പൊളിച്ച് തകർന്നു കിടക്കുകയാണ്. ആകെ വലിയ വാഹനങ്ങൾക്ക് പോകാനാകുന്നത് കുണ്ടോളിക്കടവ് കൂടിയാണ്. മഴ ശക്തമായാൽ ഈ റോഡിൽ വെള്ളമുയർന്ന ഗതാഗതം തടസ്സപ്പെടും. കാറളം റോഡിലും ഇതുതന്നെയാണ് അവസ്ഥ. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാലം പണി തീർത്തില്ലെങ്കിൽ യാത്ര ചെയ്യാനാകാതെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വലയും. വിവിധ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത്. മറ്റു വഴികളിലൂടെ പോകണമെങ്കിൽ വലിയ സാമ്പത്തിക ചെലവും സമയനഷ്ടവും വിദ്യാർത്ഥികൾക്കുണ്ടാകും. മഴ ശക്തിയാകുന്നതിന് മുൻപ് ചിറക്കൽ തോട്ടിലെ താൽക്കാലിക ബണ്ട് പൊളിച്ച് ഒഴുക്ക് സുഗമമാക്കിയില്ലെങ്കിൽ കരൂപ്പാടം, മാട്ടുമ്മൽ എന്നീ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങും. നിർമ്മാണത്തിലെ അപാകമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വലിയ പൈപ്പുകൾ കൂടുതൽ എണ്ണം സ്ഥാപിച്ച് ബണ്ട് നിർമ്മിക്കുന്നതിന് പകരം തീർത്തും അശാസ്ത്രീയമായാണ് വെള്ളമൊഴുകാനുള്ള സംവിധാനം ഒരുക്കിയതെന്നാണ് ആക്ഷേപം. പാലം നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ വന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ് നിർമ്മാണത്തിന് തടസ്സമായതെന്നാണ് അധികൃതർ പറയുന്നത്. റോഡ് പൂർണ്ണമായി അടച്ചുപൂട്ടിയിട്ടും കാര്യക്ഷമമായ നിർമ്മാണം നടക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നും രാത്രിയും പകലും തുടർച്ചയായി നിർമ്മാണം നടത്തിയാൽ മാത്രമേ റോഡ് പണി പൂർത്തിയാക്കാനാകൂ എന്നും കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം പറഞ്ഞു. പൂർണ്ണമായും ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് അടച്ചുകെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ റോഡ് ഇത്രയും നാളായി അടച്ചു കെട്ടിയിട്ടും വേണ്ട വിധത്തിലുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാത്ത ഒരു അനാസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്. മഴക്കാലമായാൽ കരുപ്പാടം പ്രദേശത്ത് പൂർണ്ണമായും വെള്ളക്കെട്ടലാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പണി ഈ രീതിയിൽ പുരോഗമിച്ചു പോയാൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയാണ്, എത്രയും പെട്ടെന്ന് വേണ്ട വിധത്തിൽ ഡേ നൈറ്റ് രാത്രിയും പകലും കൂടിയുള്ള ഒരു
നിർമ്മാണ പ്രവൃത്തി നടത്തിയാൽ മാത്രമേ ഈ ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഓർമ്മ. വലപ്പാട് പാട്ടുകുളങ്ങര കുന്നത്ത് വീട്ടിൽ ശശികുമാറിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിലായി. പാട്ടുകുളങ്ങര ഉന്നതിയിൽ കുറുപ്പം വീട്ടിൽ നവീൻ കൃഷ്ണ, ഇരിഞ്ഞാലക്കുട പൊറത്തിശ്ശേരി വടശ്ശേരി വീട്ടിൽ ശിവപ്രഭു എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശശികുമാറിന്റെ സഹോദരൻ മുരളീധരന്റെ ഭാര്യ രാധ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും ഇവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. മുരളീധരന്റെ വീടിന്റെ മുൻവശത്തുള്ള റോഡിൽ ബുധനാഴ്ച രാത്രി 8:30-ക്കാണ് സംഭവം. 1 മാസം മുമ്പ് നവനീത് കൃഷ്ണ മുരളീധരന്റെ വീടിന് സമീപത്തുള്ള കിണറ്റിൻകരയിൽ നിന്ന് കുളിക്കുന്നത് മുരളീധരൻ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. വലപ്പാട് SHO MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ CN എബിൻ, വിനോദ് കുമാർ, ASI ഭരതനുണ്ണി, CPO പ്രവീൺ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. നാട്ടിക 4-ാം വാർഡിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പുരസ്കാര വിതരണം നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P. വിനു നിർവഹിച്ചു. കോൺഗ്രസ് നാട്ടിക 4-ാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, രഘുനാഥ് നായരശ്ശേരി, വിശ്വനാഥൻ കൊടപ്പുള്ളി, MA നിസാർ, സരോജിനി പേരോത്ത്, റാണി പുഷ്പാങ്കദൻ എന്നിവർ പങ്കെടുത്തു. വൈഗ ബിജു, ലിബ ഫാത്തിമ, ഗൗരി CP, ആഷിഖ്, റിസ്വാൻ AM, അദ്വൈത് ജീവൻ എന്നീ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കയ്പമംഗലം തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പീപ്പിൾസ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് നിർധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും. പടിയൂർ കാക്കാത്തിരുത്തിയിലാണ് 6 വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. 3 സെന്റ് വീതം ഭൂമിയിൽ തറയിൽ നിന്നും 5.5 അടിയോളം ഉയർത്തി പില്ലറും ബീമും സ്ഥാപിച്ചാണ് 6 വീടുകൾ പണിതിട്ടുള്ളത്. ഏകദേശം 60 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന NGOയുടെ സഹായവും പൊതുസമൂഹത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹകരണവും ചേർന്നാണ് ഈ വീടുകൾ ഉയർന്നു വന്നിട്ടുള്ളത്. 600 സ്ക്വയർ ഫീറ്റിലാണ് ഓരോ വീടും പണിതിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് 4:30-ക്ക് ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിക്കും. പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള ചെയർമാൻ PI നൌഷാദ് അധ്യക്ഷത വഹിക്കും. ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ MK മുഹമ്മദ് അലി താക്കോൽദാനം നിർവഹിക്കും. മുൻ MP TN പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തും. ഷമീർ മുഹമ്മദ് മതിലകത്ത് വീട്ടിൽ വിശിഷ്ടാതിഥിയായി സംബന്ധിക്കും. കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠയുടെ 105-ാം പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, ശതകലശപൂജ എന്നിവ നടത്തി. ശിവഗിരി മഠം ദിവ്യാനന്ദഗിരി സ്വാമികൾ നയിച്ച ധർമ്മ പ്രഭാഷണം, ജപം, ധ്യാനം എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് ശതകലശാഭിഷേകം, മഹാഗുരുപൂജ, അന്നദാനവും നടത്തി. വൈകിട്ട് ദീപാരാധന, ദീപക്കാഴ്ച എന്നിവയും നടന്നു. സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ സച്ച പ്രയശ്ച പ്രയശ്ച സ്വാഹാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അഗ്നേ തവ യത്തേജഃ തദ്ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. മരം മുറിക്കുന്നതിനിടെ കട്ടർ കാലിൽ വീണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ മരം മുറിക്കുന്നതിനിടെയാണ് പശ്ചിമബംഗാൾ സ്വദേശി ജോസിമുദ്ദീന് അപകടം പറ്റിയത്. പരിക്കേറ്റയാളെ തൃപ്പയാർ ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കേരള കർഷക സംഘം മണലൂർ മേഖലാ സമ്മേളനം സംഘാടക സമിതി യോഗം ചേർന്നു. കാഞ്ഞാണി EMS സ്മാരക മന്ദിരം ഓഫീസിൽ ചേർന്ന യോഗം കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് രാജേഷ് കൊല്ലാടി ഉദ്ഘാടനം ചെയ്തു. PS പ്രസാദ് അധ്യക്ഷനായി. NRS ബാബു, PK അരവിന്ദൻ, KR അഭിരാജ്, CR ഗിരിജവല്ലഭൻ, രവീന്ദ്രൻ കുന്നംപുള്ളി, TR ഉദയഭാനു, സുധ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു.
ജെറൂസലേം ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഫാദർ ഡേവിസ് പട്ടത്ത് നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ മെയ് 15 മുതൽ 18 വരെയാണ് നടക്കുന്നത്. കൺവെൻഷനിൽ വിശുദ്ധ കുർബാന, കുംഭസാരം, വിടുതൽ ആരാധന, കൗൺസിലിംഗ്, സൗഖ്യാരാധന എന്നിവയുണ്ടാകും. അതിരൂപത ദിനത്തിൽ തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് സമൂഹ ബലി അർപ്പിക്കും. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൃതജ്ഞതാ ബലി, അവാർഡ് ദാനം, പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, വർക്കിംഗ് ചെയർമാൻ ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, ജനറൽ കൺവീനർ ഫാദർ സോളി തട്ടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത്ത് ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ ബൈജു ജോർജ്, ജോസഫ് അറയ്ക്കൽ, ജെയ്സൺ പോൾ തേക്കാനത്ത്, ജിൻഡോ ചാലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകും. സ്വന്തമായി സ്വാതന്ത്ര്യസമര സേനാനികൾ ഇല്ലാത്തതുകൊണ്ടാണ് BJP പഴയ കോൺഗ്രസ് നേതാക്കളെ ദത്തെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ K. മുരളീധരൻ പറഞ്ഞു. തളിക്കുളം സ്നേഹതീരത്ത് നവീകരിച്ച പ്രിയദർശിനി സ്മാരക സമിതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ മരിച്ചു കിടക്കുമ്പോൾ ഗംഭീരാഘോഷത്തോടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത കേരള മുഖ്യമന്ത്രിയും ഏതാണ്ട് മോഡിക്ക് പഠിക്കുന്നവൻ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നോക്കി. അപ്പോഴാണോ പ്രതാപം കാണിക്കുന്നത്? നമ്മുടെ നാട്ടുകാരൻ ഒരാൾ പോലും മരിച്ചിട്ടുണ്ട്. ഒന്നുമല്ല, 26 ഇന്ത്യക്കാരാണല്ലോ, ഇന്ത്യ എന്നുള്ള രാജ്യം. ആ 26 ഇന്ത്യക്കാർ മരിച്ചു കിടക്കുമ്പോൾ, ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെ കോടികൾ ചെലവിട്ട ഒരു ഓഫീസ് ഉദ്ഘാടനം അന്ന് ചെയ്തെന്തിനാ? നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് നടത്തിക്കോ, ദുഃഖാചരണം ഇല്ലല്ലോ. അത് കഴിയുമ്പോൾ അതുപോലും ചെയ്യുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. അതുകൊണ്ട് വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഇന്ത്യ ഭരിക്കുന്നവർ, അധികാരം കിട്ടാൻ വേണ്ടി അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന സംസ്ഥാനം ഭരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാനുള്ള ഒരു പ്രതിജ്ഞ കൂടെ എടുത്തിട്ട് വേണം നിങ്ങളിന്ന് പിരിയാൻ എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ചടങ്ങിൽ TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. പ്രിയദർശിനി സ്മാരക സമിതി ജനറൽ സെക്രട്ടറി ഗഫൂർ തളിക്കുളം, ട്രഷറർ PK ഹരിദാസ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, TV ചന്ദ്രമോഹൻ, അനിൽ അക്കര, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ, സുനിൽ ലാലൂർ, DCC ജനറൽ സെക്രട്ടറിമാരായ CM നൌഷാദ്, VR വിജയൻ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, അനിൽ പുളിക്കൽ, ശോഭ സുബിൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, KS ദീപൻ, PS സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. വീട്ടുമുറ്റത്തെ മരങ്ങളിൽ വവ്വാൽ കൂട്ടങ്ങളുടെ സാന്നിധ്യം ഭീഷണിയാകുന്നു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം വാടനപ്പള്ളി റോഡിൽ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തെ മരങ്ങളിലാണ് വവ്വാലുകൾ കൂട്ടമായുള്ളത്. 2 ആഴ്ചയിൽ അധികമായി വീട്ടുമുറ്റത്ത് വവ്വാലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ട്. നിപയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതരോ ആരോഗ്യവകുപ്പോ വേണ്ട നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അടിയന്തരമായി വവ്വാലുകളെ മരങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിന് സ്വകാര്യ ബസിന്റെ ചില്ല് ഇഷ്ടിക എറിഞ്ഞ് തകർത്ത കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. തളിക്കുളം കളാപ്പറമ്പ് പുതിയ വീട്ടിൽ സിദ്ദിഖാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന പൂവത്തിങ്കൽ ബസ്സിലെ കണ്ടക്ടർ ഇയാളോട് ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൽ ക്ഷുഭിതനായ പ്രതി അസഭ്യം പറയുകയും വാടനപ്പള്ളി ഗണേശമംഗലം ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ച് ബസ്സിൽ നിന്നിറങ്ങി ബസിന്റെ ചില്ല് എറിഞ്ഞ് പൊട്ടിക്കുകയുമായിരുന്നു. വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷാഫി യൂസഫ്, ASI രഘുനാഥൻ, CPOമാരായ ശ്രീജിത്ത്, സുരേഖ്, വിനീത്, ദീപക് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യപടിയായി പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും ശിശു സൗഹൃദ പെയിന്റിംഗ്, കളി ഉപകരണങ്ങൾ സ്ഥാപിക്കൽ, മ്യൂസിക് സിസ്റ്റം നൽകൽ, പ്രീ സ്കൂൾ ഉപകരണങ്ങൾ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കിറ്റ്, സ്പോർട്സ് കിറ്റ് വിതരണം എന്നിവ നടത്തി. കൂടാതെ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ കളി ഉപകരണങ്ങൾ സ്ഥാപിച്ച് ബാലസൗഹൃദമാക്കുകയും ചെയ്തു. 16,09,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നിർവഹണം നടത്തിയത്. രാവിലെ നടന്ന ചടങ്ങിൽ ബാലസൗഹൃദ ഇടം പദ്ധതിയുടെ ഉദ്ഘാടനം ET ടൈസൺ MLAയും ബാലസൗഹൃദ അംഗൻവാടികളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും നിർവഹിച്ചു. നല്ലപോലെ ആലോചിച്ച് ആസൂത്രണം ചെയ്ത് ഇടപെടുന്നതിൻ്റെ ഒരു ദൃക്സാക്ഷ്യമായി ഞങ്ങളിതിനെ കാണുകയാണ്. നാം പലപ്പോഴും പണ്ട് ചെയ്തിരുന്നൊരു കാര്യം കതിരിൽ വളം വയ്ക്കുക എന്ന് സാധാരണ പറയുന്നൊരു ചൊല്ലുപോലെ ആയിരുന്നു.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത് വേണമെങ്കിൽ കുട്ടികളുടെ 3 വയസ്സ് മുതൽ ഒരു 6 വയസ്സ് വരെയുള്ള ഏറ്റവും ഗൗരവപ്പെട്ട രീതിയിൽ ഇടപെടേണ്ട സ്ഥലമാണ്. ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഇപ്പോഴുള്ള നമ്മുടെ ടീച്ചർമാരും മറ്റെൻ്റെ സഹായികളായിട്ടുള്ള ആയമാരും ജനപ്രതിനിധികളും ഇന്നത്തേക്കാൾ വേണമെങ്കിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ അവിടെ നടക്കുന്ന പരിപാടികളേക്കാൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇടപെടേണ്ട സ്ഥലം തന്നെയാണ് ഇത്തരം ഒരു സംവിധാനം. നമ്മൾ നോക്കുകയാണെങ്കിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളില്ലാത്ത, സ്വന്തം ലാൻഡ് ഇല്ലാത്ത അംഗൻവാടികളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റ് വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് അംഗൻവാടികൾക്ക് വിഷയം മാത്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരമാവണമെങ്കിൽ അതത് പഞ്ചായത്ത് തലത്തിൽ ഇതുപോലെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇത് തന്നെ ഇപ്പം ഈ കുട്ടികൾക്ക് റീഡിങ്ങിനായിട്ടുള്ള ബുക്കിനുള്ള കാര്യങ്ങളുണ്ട്, അത് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ കൗമാര കുട്ടികൾക്കായിട്ടുള്ള കളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാം ഓവറോൾ ആയിട്ടുള്ള അംഗൻവാടിക്ക് എന്തൊക്കെയാണോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഇതിൽ നടന്നു പോകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ KR വൈദേഹി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ സൈനുലാബ്ദീൻ, റസീന ഷാഹുൽ ഹമീദ്, ജിനൂബ് അബ്ദുറഹ്മാൻ, CJ പോൾസൺ, MS സുജിത്ത്, ബീന സുരേന്ദ്രൻ, UY ഷമീർ, PK സുകന്യ, ഖദീജ പുതിയ വീട്ടിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ, CDS ചെയർപേഴ്സൺ റസ്മിയ, ജില്ലാ വനിതാ ശിശു വികസന സമിതി ഓഫീസർ P മീര, മതിലകം ബ്ലോക്ക് ശിശു വികസന ഓഫീസർ KK ലളിത തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപീടിക ഇടവകയിലെ മുൻ താമസക്കാരനായ ഫാദർ ജെൻസൺ ആലപ്പാട്ടിനെ സെന്റ് ആന്റണീസ് പള്ളി പുത്തൻപീടിക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഷംസദാബാദ് രൂപതയ്ക്ക് വേണ്ടി നെരൂൾ ഇടവകയിൽ നിന്നും മാർ പ്രിൻസ് പാണേങ്ങാടൻ ബിഷപ്പിൽ നിന്നാണ് ഫാദർ ജെൻസൺ ആലപ്പാട്ട് പൗരോഹിത്യം സ്വീകരിച്ചത്. പള്ളിയിൽ നടന്ന ചടങ്ങ് ഇടവക ഡയറക്ടറും വികാരിയുമായ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ, കൈക്കാരൻ ആൾഡ്രിൻ ജോസ്, വർഗീസ് KA, ലൂയിസ് താണിക്കൽ, ഷാലി ഫ്രാൻസിസ്, മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലത്തിനായി തന്റെ കൈവശമുള്ള 2.25 ഏക്കർ സ്ഥലം വിട്ടു നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം CJ പോൾസൺ. പ്രിയദർശിനി ഹാളിൽ നടന്ന ബാലസൗഹൃദ കയ്പമംഗലം പഞ്ചായത്ത് പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടന പരിപാടിയിലാണ് CJ പോൾസൺ പ്രഖ്യാപനം നടത്തിയത്. കയ്പമംഗലം പള്ളിനട കിഴക്ക് ഭാഗത്തുള്ള ഭൂമിയാണ് കളിസ്ഥലത്തിനായി വിട്ടു നൽകുകയെന്നും പോൾസൺ പറഞ്ഞു. ET ടൈസൺ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എന്നിവർ CJ പോൾസനെ അഭിനന്ദിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ പലതവണ ഞങ്ങളും മാഷും അതുമാതിരി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരൊക്കെ വളരെയധികം ചർച്ച ചെയ്തിരുന്ന കാര്യമാണ് കളിസ്ഥലത്തിന് ആവശ്യമായൊരു സ്ഥലമില്ല, കാര്യങ്ങളില്ല. ഞാൻ എന്തായാലും എൻ്റെ കൈവശമുള്ള എൻ്റേതായ ഒരു ഭൂമി 2.25 ഏക്കറോളം ഭൂമി പള്ളിനട കിഴക്കേ ഭാഗത്ത് കളിസ്ഥലത്തിനായിട്ട് വിട്ടു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിവരം ഔദ്യോഗികമായിട്ട് നിങ്ങളെ അറിയിച്ചോളും. തളിക്കുളം എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദീപസ്തംഭം സമർപ്പിച്ചു. എറണാകുളത്ത് പടിഞ്ഞാട്ടയിൽ ജനാർദ്ദനന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ഭാര്യ ഗൗരി ജനാർദ്ദനാണ് ദീപസ്തംഭം സമർപ്പിച്ചത്. ക്ഷേത്രം തന്ത്രി പ്രകാശൻ ശാന്തി, മേൽശാന്തി ധനേഷ് ശാന്തി, ശാന്തിമാരായ സഞ്ജു, ജയപ്രകാശൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സമർപ്പണ ചടങ്ങ് നടന്നത്. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പ്രിൻസ് മദനൻ, സെക്രട്ടറി EB ഗുണശീലൻ, ട്രഷറർ ES ഷൈജു, ജോയിന്റ് സെക്രട്ടറി EVS മിത്ത്, വൈസ് പ്രസിഡന്റ് EVN പ്രേമദാസ്, ഉന്നതാധികാരി കമ്മിറ്റി പ്രസിഡന്റ് EC പ്രദീപ്, വികസന സമിതി കമ്മിറ്റി ചെയർമാൻ EPK ബാലകൃഷ്ണൻ, കൺവീനർ EG അശോകൻ എന്നിവർ നേതൃത്വം നൽകി.
SNDP യോഗം നാട്ടിക യൂണിയൻ വനിതാ സംഘവും ബാലജന യോഗവും സംയുക്തമായി നടത്തുന്ന ശ്രീനാരായണ കലോത്സവം നാട്ടിക ശ്രീനാരായണ ഹാളിൽ അരങ്ങേറി. നാട്ടിക യൂണിയനിലെ 26 ശാഖകളിൽ നിന്നും 160-ലധികം പേർ പങ്കെടുത്തു. തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, കഥാപ്രസംഗം, ലളിതഗാനം, സംഘഗാനം, ഗ്രൂപ്പ് ഡാൻസ്, ശ്രീനാരായണ പ്രാർത്ഥനകൾ തുടങ്ങിയവ അരങ്ങേറി. ഉദ്ഘാടന സമ്മേളനം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കറിയാം SNDP യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ ഓർഗനൈസേഷൻ SNDP യോഗമാണ്. അത്രയധികം അംഗങ്ങളുള്ള അത്രയും വലിയൊരു സോഷ്യൽ ഓർഗനൈസേഷൻ ഇന്ത്യയിലില്ല. കേരളത്തിലല്ല പറയുന്നത്, ഇന്ത്യയിലില്ല എന്ന് നമുക്കറിയാം. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ യൂണിയനിലെ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ നമ്മുടെ ആളുകളുടെ കഷ്ടപ്പാട് അദ്ദേഹം അല്ലാതെ വേറെ ആരാ വിളിച്ചു പറയാൻ? ഒരു രാഷ്ട്രീയക്കാരൻ നമ്മളുടെ കഷ്ടപ്പാട് വിളിച്ചു പറയാൻ ഇന്ന് പറ്റില്ല. ഒരു കോൺഗ്രസ്സുകാരൻ വരില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വരില്ല, ഒരു BJP-കാരൻ വരില്ല. ഈഴവ സമുദായത്തിന്റെ കാര്യങ്ങൾ തുറന്ന് വേദിയിലും സദസ്സിലും ഉള്ള ആളുകളെ ബോധവൽക്കരിക്കുന്നതിന്റെ ബാധ്യസ്ഥനായിട്ടുള്ളത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. സ്വന്തം സമുദായം ആ ജില്ലയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കോലം വരെ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഓമന പേരിട്ട് സമാധാന മതക്കാരെന്ന് ഗവൺമെന്റ് പറയുന്ന ആളുകൾ തന്നെ കത്തിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ആ ജില്ലയിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല, ഒരു എയ്ഡഡ് കോളേജ് ഇല്ല, ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ. അങ്ങനെ എല്ലാ മേഖലയും ഒരു ശവപ്പറമ്പ് പോലും മരിച്ചു കഴിഞ്ഞാൽ ദയിപ്പിക്കാനില്ലാത്ത ഒരു അവസ്ഥ. ഇതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വർഗീയവാദിയാക്കി എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് അധ്യക്ഷത വഹിച്ചു. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി സംഗീത വിശ്വനാഥിനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ പ്രസിഡന്റ് മോഹനൻ കണ്ണമ്പുള്ളി, യൂണിയൻ ഭാരവാഹികളായ പ്രകാശ് കടവിൽ, ജയന്തൻ പുത്തൂർ, നാരായണദാസ്, ദീപൻ, ഗണേശൻ CS, ബിനോയ് പാണപ്പറമ്പിൽ, തുഷാർ ഇല്ലിക്കൽ, നരേന്ദ്രൻ തയ്യിൽ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി ശ്രീജ മൗസ്മി എന്നിവർ നേതൃത്വം നൽകി. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കൽ പാലം നിർമ്മാണം വൈകുന്നത് നാട്ടുകാർക്ക് ആശങ്കയാകുന്നു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ ബൈബിൾ കൺവെൻഷൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. വധശ്രമക്കേസിൽ 2 യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.